നിന്നുമാണ് ശരിക്കും പച്ചിലത്തൊട്ടി ഊരിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറയുന്നത് പന്തിമറ്റം പഞ്ചായത്ത് സിറ്റിയിലുള്ള റേഷൻ കടയുടെ ഓപ്പോസിറ്റ് കാണപ്പെടുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ വാഹനയോഗ്യമായതും അവിടെ നിന്നും 1.5 കിലോമീറ്റർ ചെങ്കുത്തായ വഴിയിൽ കൂടി നടന്ന് യാത്ര ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പച്ചിലത്തൊട്ടി ഓലിയും ഗുഹയും നമുക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്ത് ധാരാളം വെള്ളം ഒഴുകുന്ന ഒരു തോടാണ് ഈ കാണുന്നത്. ഇപ്പോൾ ചൂട് കാരണം എല്ലാം വറ്റി വരണ്ടു. 18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏകദേശം 20ഓളം കുടുംബങ്ങൾ പാർത്തിരുന്ന ഒരു പ്രദേശമാണ് ഇന്ന് ഇങ്ങനെ തരിശു ഭൂമിയായി കിടക്കുന്നത്. നാനാവിധ കൃഷികളാൽ സമ്പന്നമായ ഒരു പ്രദേശമായിരുന്നു നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കൃഷി ചെയ്യാൻ ആളുകളില്ല. ഇവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങളെല്ലാം അടിസ്ഥാന സൗകര്യം നോക്കി സിറ്റിയിലേക്ക് മാറിയതിനാൽ കാലക്രമേണ ഇവിടെ കൃഷിയും ഇല്ലാണ്ടായി. ഈ കാണുന്ന ഒരു വീട് മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ വീടുകളും നശിച്ച് പോയിരിക്കുന്നു. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞ പച്ചിലത്തൊട്ടി ഓലി എന്ന ഒരു വലിയ ഒരു അത്ഭുത ഓലി അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ദേ ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പച്ചിലത്തൊട്ടി ഓലി. ഇതിൻ്റെ ചുറ്റുവട്ടത്ത് നമ്മൾ താഴെ നിന്ന് കയറി വന്നപ്പോൾ ഭയങ്കര ചൂട്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും ഇതെല്ലാം നല്ല തണുപ്പുണ്ട്. അതായത് ഇവിടെ എല്ലാം പച്ചപ്പാണ്. പച്ചിലത്തൊട്ടി എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ഓലി ഇരിക്കുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ഈ എല്ലാ സ്ഥലങ്ങളും ഫുള്ള് പച്ചപ്പാണ്. 365 ദിവസവും ഇത് പച്ചപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പച്ചിലത്തൊട്ടി എന്ന് പേര് വരാനുള്ള കാരണം തന്നെ ഈ ഓലിയിൽ നിന്നുമാണ്. ഇപ്പോഴും ഈ താഴെയുള്ള വീടുകൾ ഇപ്പോഴും കുടിവെള്ളം എടുക്കുന്നത് ഈ ഓലിയിൽ നിന്നുമാണ്. വർഷത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും ഈ സാധനം പറ്റത്തില്ല. ഞാൻ പറഞ്ഞ പോലെ 10 വർഷങ്ങൾ മുമ്പ് ഏകദേശം ഒരു 20 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. അന്നേരം അവർക്കെല്ലാം ഈ ഒരു സ്രോതസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടിവെള്ളത്തിന് ആശ്രയിക്കാനുള്ള ഈ ഒരു ഓലിയാണ് ഇത്. വേറെ ഒരിടത്തും വെള്ളം കിട്ടത്തില്ല. അത്രത്തോളം ഹൈറ്റുള്ള ഏരിയ ആണിത്. അപ്പോൾ ഇവിടെ ഈ പറ്റാത്തൊരു വെള്ളം നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമാണ്. ഈ പച്ചിലത്തൊട്ടിയുടെ ഉത്ഭവത്തെ പറ്റി ഒരു കഥ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ അനന്തരഫലമായി രൂപാന്തരണപ്പെട്ടതാണ് ഈ ഉറവ. പിന്നീട് ഇവിടെ താമസിച്ചിരുന്ന ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഈ കാണുന്ന മനോഹരമായ രീതിയിൽ പച്ചിലത്തൊട്ടിയുടെ മുഖചിത്രം മാറ്റിയെടുത്തത്. ഈ ഓലി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെയുള്ള ഗുഹയും കൂടി നമുക്ക് കാണണം. വർഷങ്ങളോളം ഒരു കുടുംബം ഈ ഗുഹയിൽ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ സത്യം എന്താണെന്ന് നമുക്ക് ഈ ഗുഹയുടെ അടുത്ത് ചെന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും ഇവിടെ ഒരു കുടുംബം താമസിച്ചിരുന്നു. അവരുടെ അടുക്കളയും മുറിയുമാണ് ഈ കാണുന്നത്. ഒരു പാറയിടുക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി വാക്കുകൾക്ക് അതീതമാണ്. ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് തീർച്ചയായും നിങ്ങളിവിടെ വരണം. ഇതിൻ്റെ മനോഹാരിത മറ്റുള്ളവരിലേക്ക് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുകയും വേണം.